മുറിക്കകത്തിരുന്ന് അടിച്ചമർത്തത്തേ ഉള്ളൂ. അല്ലാതെ നേരിട്ട് വന്ന് അടിച്ചമർത്ത് നോക്കിക്കേ. ഇവൾക്ക് നേരിട്ട് വന്ന് ഇവളം തന്നെ വിളിക്കും. അവര് നേരിട്ട് വന്ന് എന്നെ ഒന്ന് പറഞ്ഞു വയ്ക്കും. അല്ലാതെ ഫോണിനകത്തിരുന്നിട്ട് ഞാൻ വെച്ചല്ല കാര്യം. അവർക്ക് നേരെ വരട്ടെ. എന്റെ ആഘോഷം സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. പെണ്ണാണെങ്കിൽ അതുകൊണ്ടല്ലേ നിങ്ങൾ പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ? പിടിച്ചാൽ കിട്ടും. അയ്യോ എനിക്കറിയില്ല. ഷെഡ്യൂളൊക്കെ എന്റെ മാനേജർ കരിഷ്മയുടെ കയ്യിലാണ്. എന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. ഇപ്പോഴും അടിച്ചമർത്താണ്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആളുകൾ പല രീതിയിൽ അമർത്തട്ടെ. എനിക്കെന്നെ അമർത്താൻ ഇങ്ങോട്ട് വന്നേച്ചാൽ മതി. അടിക്കാനും വരത്തില്ല, അമർത്താനും വരത്തില്ല. അവിടെ കിടന്ന് വീഡിയോയ്ക്ക് മുന്നിൽ കിടന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് ഒരു മുറിക്കകത്തിരുന്ന് അടിച്ചമർത്തത്തേ ഉള്ളൂ. അല്ലാതെ നേരിട്ട് വന്ന് അടിച്ചമർത്ത് നോക്കിക്കേ. ഈ അതുലും മറ്റേ അവന്റെ പേരിന് ഈ പിന്നെ ഷെഫീന ബീവി ഒക്കെ ഈ കിടന്ന് വലിയ എന്നെ തെറി വിളിക്കുന്നു. നികഷ്ട ജീവി എന്ന് വിളിക്കുന്നു. മറ്റവളെ മറിച്ചവളെ ഒക്കെ ഇവളുമാരൊക്കെ വിളിക്കുന്നു. ഇവൾക്ക് നേരിട്ട് വന്ന് ഇവളം തന്നെ വിളിക്കും. അവര് നേരിട്ട് വന്ന് എന്നെ ഒന്ന് പറഞ്ഞു വയ്ക്കും. പറയട്ടെ. അവര് ബുദ്ധിയും വലിയ ധൈര്യം ഉള്ളവരാണെങ്കിൽ എന്റെ വീടാണ്ട് ഞാൻ ഇവിടെ സുധീലയത്തിലുള്ളപ്പോ തന്നെ ഞാൻ എന്തായാലും എവിടെ പോലും സ്റ്റാറ്റസ് ഇടും. ആരെങ്കിലും ഒരാൾ അവരെ അറിയിക്കേണ്ടവരുണ്ടല്ലോ. എന്റെ സ്റ്റാറ്റസ് എല്ലാരും കാണും. 300 പേരെങ്കിലും എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാം. അത് എനിക്കറിയത്തില്ല എങ്ങനെയാണ്. 300 പേരോളം കാണാറുണ്ട്. ഏതേലും ഒരുത്തരെ അറിയിക്കുമല്ലോ. വീട്ടിലോട്ട് വരട്ടെ. അവര് വീട്ടിൽ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയട്ടെ. ധൈര്യം ഉണ്ടെന്ന് പറയാം. അല്ലാതെ ഫോണിനകത്തിരുന്നിട്ട് ഞാൻ വെച്ചല്ല കാര്യം. അവർക്ക് നേരെ വരട്ടെ. എന്റെ ഈ ബീവി ഷെഫീന ബീവി അതുൽ വ്ലോഗറും ഇവന്മാരൊക്കെ നേർക്ക് നേരെ വരട്ടെ. വെല്ലുവിളി തന്നെ നേർക്ക് നേരെ വരട്ടെ. ഞാൻ വീട്ടിൽ കസാര ഇട്ടിരിക്കുക. ഇവരെല്ലാം വന്ന് ഈ പറയുന്നവരെല്ലാം എന്റെ മുമ്പിൽ വന്നിരുന്ന് പറയട്ടെ. അതുപോലെ തന്നെ ഇപ്പം ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്തതിനു ശേഷം ഇപ്പം കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയില്ലേ? ലെങ്തും ഹെയറിന്റെ റൂമിൽ ചെന്നിട്ട് റീസർവീസ് ഒക്കെ ചെയ്തായിരുന്നു. ഇതിപ്പോ നേരത്തെ പോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നേരത്തെ പ്രശ്നം അന്നേ പോയതല്ല. ബിഗ് ബോസിലെ പ്രശ്നം അന്നേ തീർന്നല്ല. ബിഗ് ബോസ് ഒരു 4-5 മാസം മുന്നേ അല്ല. അതൊക്കെ കഴിഞ്ഞല്ലേ. ഇല്ല, പേടിയാ. ഇനിയിപ്പോ സ്മൈൽ കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാവും. പിടിച്ചാലൊക്കെ കിട്ടും. ആരാ പറഞ്ഞ പിടിച്ചാൽ കിട്ടത്തില്ല? അതുകൊണ്ടല്ലേ നിങ്ങൾ പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ? പിടിച്ചാൽ കിട്ടും. രേണുസുതി പിടിച്ചാൽ കിട്ടും. എളുപ്പം കിട്ടും. അവരല്ലേ ബിനുവിന്റെ ഭാര്യ രേണുസുതി എന്നൊക്കെ പറഞ്ഞു. ബിനുവിന് ഒരു ഭാര്യയുണ്ട്. ഞാൻ സുധിയുടെ ഭാര്യ. അവർക്ക് അറിയത്തില്ല. അവരോട് ചോദിക്കുന്നത്. അവരല്ലേ പറഞ്ഞ ബിനുവിന്റെ ഭാര്യ. എന്നോടാണോ ചോദിക്കുന്നത്? അവരോട് ഞാൻ ചോദിക്കുന്നത്. ഞെട്ടും. ബിനുവിന്റെ ഭാര്യ എന്നൊക്കെ പറയാം. അതൊക്കെ കിടന്ന് പറയുന്നിട്ട് എനിക്കൊന്നും വിഷയമാണ്. ഞാൻ സുധിയുടെ ഭാര്യയാണ്. അതെനിക്ക് പറയാം. എല്ലാവർക്കും നാലാമത്തെ വിദേശയാത്ര ബഹ്റിൻ പോവാ. നമ്മളെ പഴയ ബാച്ചിലേഴ്സിലോട്ട് തന്നെ പോവാ. വിസ ടിക്കറ്റ് ഓൾറെഡി ഇത് ചെയ്യുന്നു. പ്രോസസ്സിംഗ് നടക്കുന്ന വിസ 7-ാം തീയതി പോവായിരിക്കും. കറക്റ്റ് ഡേറ്റ് എനിക്ക് അറിയത്തില്ല. ടിക്കറ്റ് അയച്ചു തരുമ്പോൾ അറിയാം. 10 ദിവസത്തേക്ക്. ഫ്ലൈറ്റിൽ യാത്രയുള്ള പേടിയൊക്കെ മാറി. എന്നാലും പേടിയുണ്ട്. ഇങ്ങോട്ട് അല്ല. രേണു അവിടെ ഒന്നും കളിക്കാൻ പോയതല്ലെന്നല്ല എല്ലാരും പറയുന്നത്. ടൂറിന് പോയതാന്നല്ല ഇവിടെ. അപ്പൊ ടൂറിന് പോകുന്നവർക്ക് എന്തായാലും കപ്പ് കിട്ടത്തില്ലല്ലോ. പിന്നെ ആ കാര്യം നിർത്തിയേക്കും. ഞാൻ ടൂറിന് പോയെന്നാണല്ലോ എല്ലാരും പറയുന്നത്. ബിഗ് ബോസ് കാണാൻ വേണ്ടി ലൈവായിട്ട് ബിഗ് ബോസിനകത്ത് പോയി. ഞാനത് സമ്മതിക്കുന്നു. സോ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഭീഷണിയൊന്നുമല്ല. കുറച്ചു പേര് മതി. അവര് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ളവർ ആരും എന്നെ മനസ്സിലാക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. കുട്ടി എനിക്കറിയത്തില്ല. എത്തുമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. രേണു പറഞ്ഞൊരു വേർഡ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അബോർഷന്റെ കേസിലായി അബോർഷൻ സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആകും. പെണ്ണാണെങ്കിൽ പിന്നെ പെണ്ണുങ്ങളല്ലേ പ്രഗ്നന്റ് ആവുന്നത്. അതിനെന്താ എന്താ തെറ്റാണോ ഞാൻ പറഞ്ഞത്? ഒരമ്മയാകാന്ന് പറഞ്ഞ അത്ര തെറ്റാണോ? പെണ്ണാണെങ്കിൽ അബോർഷൻ ആക്കുമെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആകുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനകത്തൂടെ വളച്ചൊടിച്ച് പെണ്ണാണെങ്കിൽ അബോർഷൻ ആക്കുമെന്ന് എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ പ്രഗ്നന്റ് ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങളാണെങ്കിൽ പ്രഗ്നന്റ് ആകും. അത് ഇത്ര വലിയ സംഭവമല്ല. നമ്മളെല്ലാം ജനിച്ചത് നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ. അത് പ്രഗ്നന്റ് ആയിട്ടല്ലേ? അല്ലേ? ഞാൻ പ്രഗ്നന്റ് ആയതല്ലേ? എന്റെ ഋതുവിനെ ഞാൻ പ്രസവിച്ചു അല്ലേ? അത് പെണ്ണുങ്ങളാണെങ്കിൽ പ്രഗ്നന്റ് ആവും. ആണാണെങ്കിൽ പ്രഗ്നന്റ് ആവുമെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആവും. ഞാനും ഒരു പെണ്ണാണ്. പ്രഗ്നന്റ് ആവും. അത് ഇത്ര വലിയ സംഭവമാണോ? എനിക്കത് വലിയ സംഭവമൊന്നും അല്ല. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് സംഭവമല്ല. അത്രേ ഞാൻ പറഞ്ഞു. എന്താ തെറ്റ്? പെണ്ണാണെങ്കിൽ അബോർഷൻ ആക്കും എന്നല്ല പറഞ്ഞ. പെണ്ണാണെങ്കിൽ പ്രഗ്നന്റ് ആകും എന്നാണ് പറഞ്ഞത്. വളച്ചൊടിക്കട്ടെ, ഓടിക്കട്ടെ. അതല്ലേ അവരുടെ ഹോബി. കാരണം വളച്ചൊടിച്ചാലേ റീച്ച് കിട്ടത്തുള്ളൂ. വളച്ചൊടിക്കട്ടെ. എനിക്ക് ഒരു വിഷയമല്ല. പുതിയ എങ്ങോട്ടാ ടൂർ പോകുന്നത്? ഇല്ല, ഇതൊന്നും കഴിയട്ടെ. ഫിനാൻസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാർ എടുത്തതിന് ശേഷം ഭയങ്കര
പക്ഷെ ഞാൻ അവനെ കണ്ടില്ല. അതിനുശേഷം ഞാൻ ഇങ്ങ് ഓടിപ്പോകുന്നില്ല. വൈകിട്ട് കാർ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനുശേഷം നേരെ കോഴിക്കോട്ടോട്ട് പോകുമായിരുന്നു. ഇതിപ്പിന്നെ സന്തോഷമായോ? ഭയങ്കര സന്തോഷം. ഇഷ്ടപ്പെട്ട കാർ തന്നെ എടുത്തല്ലേ? നീല കളറല്ലേ ഇഷ്ടം? ഭയങ്കര ഇഷ്ടം.